ബ്ലസ്സി ചിത്രം ആടുജീവിതം തിയേറ്ററുകളിൽ വളരെ വിജയകരമായി മുന്നോട്ട് പോവുകയാണ്. സിനിമ വിജയകരമായി പോകുന്നതിനൊപ്പം തന്നെ പല വിധത്തിലുള്ള ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിലടക്കം സജീവമാണ്. ഇപ്പോൾ ഈ സിനിമയുടെ പ്രമോഷൻ്റെ ഭാഗമായി അതിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച നടൻ പൃഥ്വിരാജും ഒപ്പം തന്നെ ഈ ജീവിതത്തിലെ നജീബും തമ്മിലൊരു ഇൻ്റർവ്യൂ വരികയുണ്ടായി. പ്രമോഷൻ്റെ ഭാഗമായി വന്ന ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ ആ ഇൻ്റർവ്യൂവിനെ അഭിമുഖത്തെ ചുറ്റിപ്പറ്റി പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുകയാണ്. അതായത് ജേർണലിസം ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ജേർണലിസ്റ്റുകൾ കണ്ടുപഠിക്കേണ്ട ഒരു ഇൻ്റർവ്യൂ ആണെന്നൊരു വിഭാഗം പറയുമ്പോൾ ഇത് സിനിമയുടെ പ്രമോഷൻ്റെ ഭാഗമായി വന്നതാണ്, അങ്ങനെ അല്ല എന്ന് പറയുന്നു. ഒപ്പം തന്നെ പലതരത്തിലുള്ള ചർച്ചകൾ. ഏറ്റവും പ്രധാനപ്പെട്ടത് എല്ലാവരും ഈ ജേർണലിസ്റ്റുകളെ എപ്പോഴും വിമർശിക്കേണ്ടതല്ല, അങ്ങനെ ആർക്കും എന്തുമെന്ന് പറയാവുന്ന ആളുകളല്ല ജേർണലിസ്റ്റുകൾ എന്നൊരു വിഭാഗം പറയുമ്പോൾ ജേർണലിസ്റ്റുകൾ എന്തുകൊണ്ട് വിമർശിക്കപ്പെട്ടുകൂടാ എന്നുള്ള ചർച്ചകളും സജീവമായി വരുന്നുണ്ട്. അപ്പോൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലുമൊക്കെ സജീവമായി നിൽക്കുന്ന ആളുകൾക്ക് ഇതിനോടകം തന്നെ ഈ വിഷയത്തിലൊരു ധാരണ ഉണ്ടാകും. അപ്പോൾ ആ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എന്താണ് ജേർണലിസ്റ്റുകളെ വിമർശിച്ചാൽ എന്താ കുഴപ്പം? ജേർണലിസ്റ്റുകളെ വിമർശിക്കുന്ന ഒരു പ്രശ്നമില്ല. വേറെ ഏത് തൊഴിൽ മേഖലയുടെയും പ്രവർത്തനത്തെ വിമർശിക്കുന്നതുപോലെ ജേർണലിസത്തെയും വിമർശിക്കാം. ക്വാളിറ്റേറ്റീവായ വിമർശനം എല്ലാ ഭരണകൂടത്തിനെതിരെ മാത്രമല്ല എല്ലാ മേഖലയ്ക്കെതിരെ ഉയർത്താനുള്ള സ്വാതന്ത്ര്യത്തിന് കൂടിയാണ് ജനാധിപത്യം എന്നൊക്കെ നമ്മൾ പറയും. അതിനോടനുബന്ധിച്ചൊരു ചോദ്യം കൂടെ, ജേർണലിസ്റ്റുകൾക്ക് മാത്രമേ വിമർശിക്കാൻ പറ്റുള്ളൂ? അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പോൾ ആടുജീവിതത്തിൻ്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് കണ്ടന്റ് അവർ പുറത്തുവിടുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പൃഥ്വിരാജും അതിൻ്റെ ഈ നോവലിന് ആധാരമായ ജീവിതം ജീവിച്ച നജീബുമായിട്ടുള്ള ഇൻ്റർവ്യൂ അത് വെൽ പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. വെൽ സ്ക്രിപ്റ്റഡ് ആൻഡ് വെൽ പോളിഷ്ഡ് ആണ്. വളരെ എന്താ പറയുന്നത്, കംഫർട്ടബിളായ ചോദ്യങ്ങൾ ചോദിക്കുന്നു. അപ്പുറത്തിരിക്കുന്ന ആളെ വളരെ കംഫർട്ട് സോണിൽ നിർത്തിക്കൊണ്ട് അയാളുടെ കംഫർട്ട് പരിഗണിച്ചുകൊണ്ടുള്ള ചോദ്യം ചോദിക്കുന്നു. അയാൾ വളരെ കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ പറയുന്നു. നല്ല ഒരു പ്രൊഡക്ഷനാണത്. അപ്പോൾ അത് നജീബിന് ഒരു വേദനയും ഇല്ലാത്തത് നജീബ് വളരെ കംഫർട്ടബിളായ പൃഥ്വിരാജിൻ്റെ അടുത്തിരുന്ന് മറുപടി പറയാണ്. അപ്പോൾ അതാണ് ആളുകളെ നിങ്ങൾ അഭിമുഖം ചെയ്യുമ്പോൾ നിങ്ങൾ എടുക്കേണ്ട ഒരു മാതൃക എന്ന നിലയ്ക്ക് കുറേ ആളുകൾ അതിനെ റെഫർ ചെയ്യുകയാണ്. അതിനകത്തൊരു ബേസിക്കായിട്ട് തന്നെ പ്രശ്നമുണ്ട്. കാരണം അതൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊമോഷൻ പ്രോഡക്റ്റാണ്. ആ പ്രോഡക്റ്റ് സ്ക്രിപ്റ്റഡ് ആണ് ഒന്നാമത്. ആ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള സംഗതി എടുത്തിട്ട് ഇങ്ങനെ എപ്പോഴും അപ്പുറത്തിരിക്കുന്ന ആളെ എപ്പോഴും നിങ്ങൾ കംഫർട്ട് ചെയ്യണം എന്ന് പറയുന്നതിൽ പ്രശ്നമുണ്ട്. ജേർണലിസവുമായി അതിലെ അഭിമുഖങ്ങൾ എപ്പോഴും അപ്പുറത്തിരിക്കുന്ന ആളെ അയാളുടെ കംഫർട്ട് മാത്രം പരിഗണിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയണമെന്നില്ല. ചിലപ്പോൾ അയാളെ ഒന്ന് ഡിസ്റ്റർബ് ചെയ്യുന്ന അസ്വസ്ഥപ്പെടുത്തുന്ന ചോദ്യങ്ങൾ ചിലപ്പോൾ ഒരു ജേർണലിസ്റ്റിന് ചോദിക്കേണ്ടി വരും. അപ്പുറത്തിരിക്കുന്ന ആൾ ആരാണ്, അയാളിൽ നമുക്ക് അറിയേണ്ട കാര്യം എന്താണ്, അയാളിൽ നിന്ന് സമൂഹം അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്നതിനെ ഹെൽത്തി വേയിലൂടെ ചിലപ്പോൾ അയാൾക്ക് ഇഷ്ടപ്പെടാത്ത ചോദ്യങ്ങളൊക്കെ ചോദിക്കേണ്ടി വരുമായിരിക്കുമല്ലോ. അതുകൊണ്ട് ഒരു സ്ക്രിപ്റ്റഡായ ഇൻ്റർവ്യൂവിൽ നടത്തുന്ന നരേന്ദ്രമോദി താങ്കൾക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള പഴം ഏതാണ്, ഇഷ്ടമുള്ള ജ്യൂസ് ഏതാണ്, നിങ്ങൾ എങ്ങനെയാണ് മാങ്ങ കഴിക്കുന്നത് പോലുള്ള ചോദ്യം, അത്തരം ഇൻ്റർവ്യൂകൾ കണ്ടു വേണം നമ്മൾ ഇൻ്റർവ്യൂ പഠിക്കാനെന്നാണോ പറയുന്നത് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ജേർണലിസ്റ്റുകൾക്ക് അവലംബിക്കാൻ കഴിയുന്ന ഒരു മികച്ച മാതൃക ഈ ഇൻ്റർവ്യൂ ആണ് എന്ന് പറയുന്നതിൽ പ്രശ്നമുണ്ട്. എന്നാൽ ഇങ്ങനെ ഒരു വിമർശനം, ഇങ്ങനെ ഒരു ജേർണലിസം ക്ലാസ് എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ അതിന് ന്യായമായ കാരണങ്ങളുണ്ട്. കാരണം ഈ ആടുജീവിതവുമായി ബന്ധപ്പെട്ട് മാത്രം ഉണ്ടായി ഈ എന്താ പറയുന്നത്, യൂട്യൂബർമാർ, ഓൺലൈനിൽ ഇൻ്റർവ്യൂ നടത്തുന്ന ആളുകൾ അതിര് കവിഞ്ഞ് പല പണിയെടുത്തിട്ടുണ്ട്. അതതിൻ്റെ മാക്സിമത്തിൽ പോയത് കൊണ്ടാണ് ഈ ഇൻ്റർവ്യൂ കണ്ട് പഠിക്കണമെന്ന് ആളുകൾ പറയുന്നത്. അത് ആ പെർട്ടിക്കുലർ കേസിനകത്തെ സംഗതിയാണ്. ഓക്കെ, നജീബിനെ നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് ഇങ്ങനെയാണ് എന്നത് നിങ്ങൾക്ക് പഠിക്കാം. അത് ശരിയാണ്. നജീബിനെ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള സാഹചര്യത്തിൽ കൈകാര്യം ചെയ്യേണ്ടതാണ്. ഇപ്പോൾ നജീബിൻ്റെ ഇതിൻ്റെ ഒരു ചടങ്ങിൽ ഒരു അവതാരകൻ ചോദിക്കുകയാണ്, ആടുജീവിതം നിങ്ങൾ വളരെ പ്രയാസപ്പെട്ട് നയിക്കുകയായിരുന്നല്ലോ ഈ ദുഷ്കര കാലത്ത്. അങ്ങനെ ആ ദുഷ്കര കാലത്ത് ജീവിക്കും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഇത് സിനിമയാവുമെന്ന്? ഒരു മനുഷ്യൻ മരിച്ചു പോകില്ലെന്ന് അറിയാതെ ഒരു സ്ഥലത്ത് കിടക്കുമ്പോൾ ഞാൻ അതിജീവിച്ച് പുറത്തു വരും, അത് ബെന്യാമിൻ കഥ എഴുതി പിന്നെ സിനിമയാകുമെന്നൊക്കെ ആലോചിക്കുമോ എന്ന് ആ ചോദ്യം എങ്ങനെ ചോദിക്കാൻ തോന്നുന്നുള്ള പ്രശ്നമുണ്ട്. മോഹൻലാൽ പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ വേറെ ഒരു പ്രധാനപ്പെട്ട അവതാരക ചോദിക്കുകയാണ്, എന്തുകൊണ്ട് മോഹൻലാലിനെ പരിഗണിച്ചില്ല? മോഹൻലാലിനോട് സാധാരണ ഒരു വിഷയത്തിൽ അഭിപ്രായം പറയാത്ത മോഹൻലാലാണ് ആവശ്യമില്ലാത്ത ചോദ്യം ചോദിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അയാളെപ്പോലും ഡിസ്റ്റർബ് ചെയ്യാണ്. മോഹൻലാലിനെ എന്തുകൊണ്ട് നജീബായിട്ട് പരിഗണിച്ചില്ല എന്ന അബദ്ധ വഷളം ചോദ്യം ഒരു വേദിയിൽ മോഹൻലാലിനെ നിർത്തിക്കൊണ്ട് ചോദിക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ നിങ്ങൾ ശരിക്കും ഈ നജീബ് വളരെ നിഷ്കളങ്കനും വളരെ മിതഭാഷയായിട്ടുള്ള ആരെയും ബുദ്ധിമുട്ടിക്കരുന്ന നിലയ്ക്ക് വർത്തമാനം പറയുന്ന ഒരാളാണ്. അയാളോട് നിങ്ങൾ മൃഗരതിയിൽ ഏർപ്പെട്ടിട്ടുണ്ടോ, നിങ്ങളുടെ കൂടെ ഹക്കി എന്ന് പറയുന്ന ആളുണ്ടായിരുന്നോ, ഈ കഥയിൽ പറയുന്ന മുഴുവൻ ശരിയാണെന്ന് ചോദിച്ചാൽ അയാളെ ഇങ്ങനെ ഫോഴ്സ് ചെയ്യുമ്പോൾ അയാൾ അനുഭവിക്കുന്ന പ്രയാസം നമ്മൾ കാണുന്നുണ്ട്. അത് കണ്ടിട്ടാവണം ആളുകൾ എന്താണ് ഇതല്ല ചെയ്യേണ്ടത്, നജീബിനെ നിങ്ങൾ കുറച്ചുകൂടി ആരോഗ്യകരമായി കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ള വിമർശനം ഉന്നയിച്ചത്. അപ്പോൾ
ആ നിലയ്ക്ക് ഈ പെർട്ടിക്കുലർ കേസിനകത്ത് ആ വിമർശനത്തിന് സാധ്യത ഉള്ളതെന്നാണ്. അല്ലാതെ അപ്പുറത്തിരിക്കുന്ന ആളെ പൂർണ്ണമായും സന്തുഷ്ടനാക്കിക്കൊണ്ടും അയാളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടും മാത്രമേ ഇൻ്റർവ്യൂകൾ നടത്താൻ പാടുള്ളൂ എന്ന പൊതുവായ ഒരു റെഫറൻസ് ആയിട്ട് അതിനെ എടുക്കാൻ കഴിയില്ല. മറ്റൊന്ന്, മാധ്യമങ്ങളുടെ പ്രവർത്തന ശൈലിയെ വിമർശിക്കാൻ എല്ലാവർക്കും കഴിയണം. മാധ്യമങ്ങൾ തന്നെ ചെയ്യുന്നതാണ്. മാധ്യമങ്ങൾ തന്നെ എല്ലാ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെയും വിമർശിക്കുക എന്ന അടിസ്ഥാന ആശയത്തിന്മേൽ പ്രവർത്തിക്കുന്ന ഒന്നാണ്. മാധ്യമങ്ങളെക്കുറിച്ച് ആളുകൾക്കൊരു പ്രതീക്ഷയുണ്ട്, മാധ്യമങ്ങളെക്കുറിച്ച് ആളുകൾക്കൊരു കോൺസെപ്റ്റ് ഉണ്ട്. ആ മാധ്യമങ്ങൾ എല്ലായ്പ്പോഴും ശരിയാവണ്ണം പ്രവർത്തിക്കും, നീതിക്ക് വേണ്ടി സംസാരിക്കും, ക്വാളിറ്റേറ്റീവായിട്ട് വർക്ക് ചെയ്യും, അവർ പറയുന്നതൊക്കെ സത്യമായിരിക്കുമെന്ന് പറഞ്ഞിരിക്കെ ഇന്ത്യയിലെ മാധ്യമങ്ങൾ ഇന്ന് ഏറ്റവും വലിയ ദുരിതക്കടലിൽ കിടക്കുകയാണ്. അത് ഒന്ന്, അതിൻ്റെ എക്സ്റ്റേണൽ അതിൻ്റെ ബാഹ്യമായിട്ടുള്ള ഘടകങ്ങളുണ്ട്, ഭരണകൂട വേട്ട പോലെയുള്ള. ആഭ്യന്തരമായും മാധ്യമങ്ങൾ വലിയ തോതിലുള്ള വിശ്വാസ നഷ്ടത്തെ, ക്വാളിറ്റി ലോസിനെ അഭിമുഖീകരിക്കുന്ന കാലമാണ്. ഇന്ത്യൻ മീഡിയ ഏറ്റവും വലിയ ക്വാളിറ്റി ലോസിനെ അഭിമുഖീകരിക്കുന്ന കാലമാണ്. അതുകൂടി പരിഗണിച്ചിട്ടാണ് നമ്മൾ 160-ാം സ്ഥാനത്തായത് ഈ പറഞ്ഞ റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സിൻ്റെ കണക്കിൽ. അപ്പോൾ വിമർശനത്തിൻ്റെ സാധ്യത കൂടുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് മാധ്യമങ്ങൾ വിമർശിക്കപ്പെടണം. മാധ്യമങ്ങൾ വിമർശിക്കപ്പെടുമ്പം ശരിയാവണ്ണമുള്ള വിമർശനം, ക്വാളിറ്റിയുള്ള വിമർശനം ആർക്കും ഉന്നയിക്കാം, ആർക്കും. അതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യേകമായ ഒരു പദവിയുള്ള ആളുകൾ, ക്വാളിഫിക്കേഷൻസ് ഉള്ള ആളുകൾ മാത്രമാണ് മാധ്യമങ്ങളെ വിമർശിക്കാൻ അർഹർ എന്നൊരു പൊസിഷൻ എടുക്കുന്നതിനകത്തും ചില കുഴപ്പങ്ങളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വിമർശനങ്ങൾ ഉണ്ടാകുമ്പോഴല്ലേ നല്ല രീതിയിൽ മുന്നോട്ട് വീണ്ടും പോകാൻ കഴിയുക. അതിനെയൊക്കെ ഉൾക്കൊണ്ടല്ലേ നമുക്ക് അടുത്ത കാര്യം ചെയ്യുമ്പോൾ അതിനെ ഏറ്റവും കൂടുതൽ ബെറ്ററായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക. വെറും വിമർശനങ്ങളില്ലാതെ എങ്ങനെയാണ് നവീകരണം സാധ്യമാവുക? ഈ ആടുജീവിതം ആ സിനിമ ഇറങ്ങിയതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയമുണ്ടല്ലോ, അതായത് ഇങ്ങനെയാണ് ഇൻ്റർവ്യൂ ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു വിമർശനമല്ല, അതൊരു ഫീഡ്ബാക്കാണ്. നമ്മൾ വിമർശനത്തെയും ഫീഡ്ബാക്കിനെയും രണ്ടായിട്ട് കാണണം. ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് മാധ്യമങ്ങളെ സംബന്ധിച്ച് ഇന്നെവിറ്റബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. മുമ്പൊക്കെ നമ്മൾ പത്രങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത്, റേഡിയോ ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഫീഡ്ബാക്ക് ഇല്ല. റേഡിയോയിലൂടെ വരുന്ന ആളുകൾ കേൾക്കുന്നു, പത്രത്തിലൂടെ ആളുകൾ വായിക്കുന്നു, പിന്നെ വല്ലപ്പോഴും ആഴ്ചയിലൊരിക്കൽ എന്താണ് വായനക്കാരുടെ കത്തുകൾ വഴി ആളുകൾ എന്തെങ്കിലും പറയുന്നു, അത് അവർക്ക് തോന്നിയാൽ പ്രസിദ്ധീകരിക്കുന്നു. ഇന്നങ്ങനെയല്ല. ഇന്ന് മീഡിയ ലാൻഡ്സ്കേപ്പ് മാറി, ഫീഡ്ബാക്ക് നിർബന്ധമാവുന്ന ഒരവസ്ഥയിലേക്കായി മാറി. കാരണം ഫീഡ്ബാക്ക് ഇല്ലാതെ വാർത്ത പൂർണ്ണമാവുന്നില്ല എന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. ഇപ്പം ഞാൻ ചോദിക്കാം, ഇപ്പോൾ ഈ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറഞ്ഞ പരിപാടി, ഇത് ജേർണലിസമാണോ യഥാർത്ഥത്തിൽ? അതായത് ഇപ്പോൾ പത്രങ്ങൾക്കൊരു എഡിറ്റോറിയലുണ്ട്, അതിൽ എഡിറ്റോറിയൽ അവരുടെ എഡിറ്റോറിയൽ ബോർഡിൽ നിന്ന് ചർച്ച ചെയ്തിട്ട് ഒരു വിഷയത്തിൽ ആ പത്രത്തിൻ്റെ നിലപാട് എഡിറ്റോറിയലായിട്ട് പ്രസിദ്ധീകരിക്കും. അതിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ അവർ സംയോജിച്ചായിരിക്കും അതിൽ വരിക. അവരൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സമീപനം എഡിറ്റോറിയൽ സ്വീകരിക്കും. ഇത് എഡിറ്റോറിയലാണോ? അല്ലല്ലോ. ഇത് നമ്മൾ ഒരു വിഷയത്തിൽ കുറേ പേര് എന്തൊക്കെയോ അഭിപ്രായം പറഞ്ഞു, അവരുടെ വ്യക്തിപരമായ അഭിപ്രായമാണത്. ഇതൊരു എഡിറ്റോറിയൽ, ഇതൊരു അർത്ഥത്തിൽ എന്താണ് ക്ലാസിക്കൽ ജേർണലിസം തിയറി അനുസരിച്ച് ഇതൊരു ജേർണലിസം പോലുമല്ല. ജേർണലിസ്റ്റുകൾ അവരുടെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഇവിടെ വന്നിരുന്ന് പറയുന്നത്. ആ പറയുന്നത് ജേർണലിസം എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ ജേർണലിസത്തിൻ്റെ ഒരു സ്കോപ്പ് ആൻഡ് ലാൻഡ്സ്കേപ്പ് ഒക്കെ വളരെയധികം മാറിക്കഴിഞ്ഞു. മുമ്പ് ഇത് നമ്മൾ കോഴ്സ് പഠിക്കാൻ പോകുമ്പോൾ നമ്മൾ കുറേ തിയറി പഠിക്കുമല്ലോ. അപ്പോൾ ഈ തിയറി പ്രകാരം എന്താണ് ഒരു ഇൻ്റർവ്യൂ, നമ്മൾ അതുകൂടി ആലോചിക്കണമല്ലോ. ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ, ഒരു ജേർണലിസ്റ്റ് സംസാരിച്ച് അയാളിൽ നിന്ന് കുറേ കാര്യങ്ങൾ കേൾക്കുകയാണ്. ആ ഇൻ്റർവ്യൂ ആസ് ആൻ എൻറ്റയർ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഒരു വാർത്തയല്ല. ഇപ്പോൾ നമ്മളൊരാൾ ഇൻ്റർവ്യൂ ചെയ്യുകയാണ്, അത് വാർത്തയേ അല്ല. ദാറ്റ് മീൻസ് അതൊരു ജേർണലിസം അല്ല. അയാൾ പറഞ്ഞ ചില കാര്യങ്ങളിൽ വാർത്തയുണ്ടെന്നേ ഉണ്ടാവുള്ളൂ. ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോൾ എന്താണ്, ജേർണലിസത്തിൻ്റെ ലാൻഡ്സ്കേപ്പ് മാറിയപ്പോൾ ആ വന്നിരിക്കുന്ന വ്യക്തി തന്നെയാണ് വാർത്ത. ഒരു വ്യക്തി വന്നിരിക്കുക എന്നുള്ളത് ഒരു വാർത്തയാണ്. ഒരു വ്യക്തി ഒരു ജേർണലിസ്റ്റിനോട് സംസാരിക്കുക എന്നുള്ളത് ഒരു വാർത്തയായി മാറണം. അവിടെ വ്യക്തിക്കാണ് പ്രാധാന്യം, വിഷയത്തിനല്ല. ഈ നജീബിൻ്റെ വിഷയത്തിൽ, ഈ ആടുജീവിതം സിനിമ ഇറങ്ങിയതിന് ശേഷം അദ്ദേഹം മീഡിയയുടെ മുമ്പിൽ അപ്പിയർ ചെയ്ത്, അത് ട്രഡീഷണൽ മീഡിയ ആവട്ടെ, യൂട്യൂബ് ആവട്ടെ, എന്തും ആവട്ടെ, അത് ഒരിക്കലും ജേർണലിസത്തിൻ്റെ വകുപ്പിൽ വരുന്ന കാര്യമല്ല. അതൊരു പബ്ലിക് റിലേഷൻ സ്റ്റാൻഡാണ്. കാരണം ആടുജീവിതം എന്ന് പറയുന്ന ഒരു ബുക്ക് ഇറങ്ങിയപ്പോൾ നജീബിന് എത്ര പേർക്ക് അറിയാമായിരുന്നു? ഈ യഥാർത്ഥ നജീബിനെ എത്ര പേർ കണ്ടിട്ടുണ്ട്? അല്ലെങ്കിൽ യഥാർത്ഥ നജീബിൻ്റെ വിവരങ്ങൾ അത് അങ്ങനെ ഉള്ളതാണോ ഇങ്ങനെയുള്ളതാണോ എന്നുള്ള എത്ര പേർ അന്വേഷിച്ചിട്ടുണ്ട്? അത് അന്വേഷിക്കാത്തതിന് കാരണം എന്താണ്? ആ ബുക്കിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു പബ്ലിക് റിലേഷൻ സ്റ്റണ്ട് നടന്നിട്ടില്ല, അല്ലെങ്കിൽ ഒരു പബ്ലിക് റിലേഷൻ എക്സസൈസ് നടന്നിട്ടില്ല. ആ ബുക്കിൻ്റെ പ്രചാരണത്തിന് വേണ്ടി നജീബ് എവിടെയും വന്നിട്ടില്ല, പൊതുവേദികൾ വരുന്നില്ല. അദ്ദേഹത്തിന് കൈമാറിക്കൊണ്ടോ മറ്റാണ് അത് പ്രകാശനം ചെയ്തെന്ന് തോന്നുന്നു. എങ്കിൽ പോലും ഇന്നത്തെ അത്ര വിസിബിലിറ്റി ഇല്ല. ഇന്ന് ഈ വിസിബിലിറ്റി വരാൻ കാരണം എന്താണ്? ഈ സിനിമയുടെ പ്രൊമോഷൻ നജീബ് എന്ന വ്യക്തി ഉപയോഗിക്കുകയാണ്. അതിന് ജേർണലിസമായിട്ട് എന്താണ് ബന്ധം? എനിക്ക് മനസ്സിലാവുന്നില്ല. പബ്ലിക് റിലേഷൻ അല്ലല്ലോ ജേർണലിസം. അതൊരു മാസ് കമ്മ്യൂണിക്കേഷൻ പരിപാടിയാണ് എങ്കിൽ പോലും പബ്ലിക് റിലേഷൻ അല്ലല്ലോ ജേർണലിസം. അത് ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ പബ്ലിക് റിലേഷന് വേണ്ടി നജീബിനെ ഉപയോഗിക്കുമ്പോൾ ജേർണലിസവുമായിട്ട് ബന്ധമില്ലാത്ത ഒരു പരിപാടിയാണ് അവിടെ നടക്കുന്നത് എന്നിരിക്കെ, അവിടെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കും അവിടെ ചോദിക്കുന്ന വഷളം ചോദ്യങ്ങൾക്കും അവിടെ വരുന്ന വീഴ്ചകൾക്കും ജേർണലിസ്റ്റുകൾ എങ്ങനെയാണ് ബാധിച്ചിട്ടാവുക? എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു പബ്ലിക് റിലേഷൻ പരിപാടിയുടെ ഇടയിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഈ മോഹൻലാലിന് റോൾ കൊടുക്കാത്ത എന്താണ് ആ ചോദ്യം ചോദിക്കുന്നത്? ഒരു ജേർണലിസ്റ്റ് അല്ല ചോദിക്കുന്നത്. അല്ല, ഈ മൃഗരതിയെപ്പറ്റിയുള്ള ചോദ്യം ചോദിക്കുന്ന യൂട്യൂബേഴ്സ് ഇവരുടെ പബ്ലിക് റിലേഷൻ്റെ ഭാഗമായിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ ജേർണലിസം എന്താണ് യഥാർത്ഥത്തിൽ? ഇപ്പോൾ നജീബ് എന്ന മനുഷ്യൻ ആടുജീവിതം ഇറങ്ങാൻ പോവുകയാണ്. നജീബ് എന്ന മനുഷ്യൻ ജീവിച്ചിരിക്കുന്നു.
ഒരു ജേർണലിസ്റ്റ് എന്താണ് ചെയ്യേണ്ടത്? അന്ന് അവിടെ നടന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ എന്തായിരുന്നു അദ്ദേഹത്തിന് പറയിപ്പിക്കുക. ആ പറയിപ്പിച്ചിട്ട് അതിലെന്തെങ്കിലും വാർത്തയുണ്ടെങ്കിൽ വാർത്തയായിട്ട് കൊടുക്കുക. അതല്ലെങ്കിൽ ഈ സിനിമയിൽ കാണുന്നതല്ല എൻ്റെ ജീവിതം എന്ന് നജീബ് പറയുകയാണെങ്കിൽ അതൊരു വാർത്തയാണ്. അല്ലെങ്കിൽ ആട് ജീവിതത്തിലുള്ള ആയിരുന്നില്ല ഞാൻ അനുഭവിച്ചതെന്ന് അദ്ദേഹം പറയുന്നത് ഒരു വാർത്തയാണ്. അതിനപ്പുറം ബാക്കിയെല്ലാം നജീബ് എന്ത് പറയുന്നു, ബ്ലസ്സി എന്ത് പറയുന്നു, ബെന്യാമിൻ എന്ന് പറയുന്നതെല്ലാം സിനിമയുടെ പ്രൊമോഷൻ മാത്രമാണ്. അപ്പോൾ നമ്മൾ ഈ ജേർണലിസത്തെ വേർതിരിച്ച് കാണുകയും പബ്ലിക് റിലേഷനും വേറൊന്നായി കാണുകയും ചെയ്യണം. ഇനി മറ്റൊരു കാര്യം, ഇനി ജേർണലിസ്റ്റുകൾ മാത്രമേ ജേർണലിസ്റ്റുകളെ വിമർശിക്കാവൂ എന്നൊരു വാദം, അങ്ങനെയല്ലേ രശ്മി ചോദിച്ചത്? അങ്ങനെ ഒരു വാദം തെറ്റാണ്. വിമർശിക്കാൻ ലോകത്തിൽ എല്ലാ മനുഷ്യർക്കും അവകാശമുണ്ട്. ഈ ഇന്ത്യമാരായത് എല്ലാ പൗരന്മാർക്കും ആരെയും, നമുക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമർശിക്കാൻ ജേർണലിസ്റ്റുകൾ വിമർശിക്കുന്ന എന്തോളം വിമർശനം വേറെയാണ്, ഫീഡ്ബാക്ക് വേറെയാണ്. അത് രണ്ടും നമ്മൾ മനസ്സിലാക്കണം. ഇത് ഈ പൃഥ്വിരാജ് ചെയ്ത രീതി, ഇപ്പോൾ നജീബിനോട് ഒരു ജേർണലിസ്റ്റ് സംസാരിക്കുകയാണെങ്കിൽ എങ്ങനെ സംസാരിക്കണം? അത് പൃഥ്വിരാജ് സംസാരിക്കുന്ന രീതി തന്നെ സംസാരിക്കണം. കാരണം നജീബ് എന്ന് പറയുന്ന ഒരു അധികാര കേന്ദ്രമല്ല. അദ്ദേഹത്തിന് ഈ സമൂഹത്തോടോ മീഡിയകളോടോ പോലും അക്കൗണ്ടബിലിറ്റി ഇല്ല. അദ്ദേഹത്തിനൊന്നും മിണ്ടാതിരിക്കാം, അദ്ദേഹത്തിന് മാധ്യമങ്ങളുടെ മുമ്പിൽ വരാതിരിക്കാം, ചോദ്യങ്ങൾ അവഗണിക്കാം, വേണമെങ്കിൽ നുണ പറയാം. അദ്ദേഹം ഒട്ടും അക്കൗണ്ടബിൾ അല്ല. അദ്ദേഹത്തിൻ്റെ വളരെ പേഴ്സണലായിട്ട് അനുഭവിച്ചൊരു കാര്യത്തെക്കുറിച്ച് പൊതുസമൂഹത്തിന് അതറിയാൻ എന്ത് റൈറ്റാണ്? അതിനെക്കുറിച്ച് അദ്ദേഹത്തിന് മറുപടി പറയേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യനെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഒരു ജേർണലിസ്റ്റ് എന്ത് രീതിയാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളതിൻ്റെ മാതൃക പൃഥ്വിരാജിലുണ്ട്. പൃഥ്വിരാജ് അദ്ദേഹത്തിന് അസുഖകരമായ കാര്യങ്ങൾ ഒഴിവാക്കുകയും അദ്ദേഹത്തെ കൊണ്ട് സംസാരിക്കാൻ ശ്രമിക്കുകയും അത് കേട്ടിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒട്ടും പ്രിവിലേജ്ഡ് അല്ലാത്ത, ഒരു അധികാര സ്ഥാനത്തും ഇല്ലാത്ത, പബ്ലിക്കിനോട് ഒരു തരത്തിലുള്ള അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത ഒരു മനുഷ്യനെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ സ്വീകരിക്കേണ്ടത് അത് തന്നെയാണ്. അല്ലാണ്ട് അയാളുടെ സ്വകാര്യ കാര്യങ്ങളെ പറ്റി കുത്തി ചോദിക്കുക, അയാളെ അസ്വസ്ഥപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതിന് ജേർണലിസം എന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ ചെയ്യുന്ന ജേർണലിസ്റ്റുകളുണ്ടല്ലോ. അങ്ങനെ ചെയ്യുന്നവർ ജേർണലിസ്റ്റുകളാണോ അത് ചെയ്യുന്നൊരു ക്വസ്റ്റനാണ് ഞാൻ ചോദിക്കുന്നത്. അത് പബ്ലിക് റിലേഷൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള വഷളത്തരങ്ങൾ ചോദിക്കും, കാര്യങ്ങളെ കുറിച്ച് കുത്തി ചോദിക്കുന്ന ജേർണലിസ്റ്റുകളുണ്ട്. അത് നജീബിൻ്റെ കാര്യത്തിലല്ലാതെ ഉണ്ട്. അതുകൊണ്ട് അത് വിമർശിക്കപ്പെടുക തന്നെ വേണം, അത് തിരുത്തുക തന്നെ വേണം എന്നാണ് പറയാം. യെസ്, അങ്ങനെ ആരോഗ്യകരമായ സംവാദങ്ങളെ, ഫീഡ്ബാക്കുകളെ, ചർച്ചകളെയൊക്കെ ഉൾക്കൊള്ളുക. അങ്ങനെ ചർച്ചകളെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട്, ഫീഡ്ബാക്കുകളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് പോകുമ്പോഴാണ് കൂടുതൽ നവീകരണം സാധ്യമാകുന്നതും നല്ലൊരു ആരോഗ്യകരമായ സമൂഹത്തിന് ഉയർച്ച ഉണ്ടാകുന്നതും. അപ്പോൾ ഔട്ട് ഓഫ് ഫോക്കസ് ഈ വിഷയത്തോടു കൂടി പൂർണ്ണമാവുകയാണ്. നമസ്കാരം.